നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. JNUവിൽ ചരിത്ര വിജയവുമായി ABVP. 42 കൗൺസിലർ സീറ്റുകൾ 23 ഒറ്റയ്ക്ക് പിടിച്ചു. SFI സഖ്യം അവിടെ തോറ്റു പിന്മാറുകയും ചെയ്തു. JNU വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്ര നേട്ടവുമായി ABVP. ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തികേന്ദ്രമെന്ന് അവകാശപ്പെടുന്ന JNUവിൽ ABVP നടത്തിയത് വൻ മുന്നേറ്റം. 42 കൗൺസിലർ സീറ്റുകൾ 23 ABVP നേടി. JNUവിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥി സംഘടന നേടുന്ന ഏറ്റവും വലിയ വിജയമാണിത്. ഇടതുപക്ഷത്തിന്റെ ശക്തികേന്ദ്രമായ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിലും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും ABVP 2 സീറ്റുകൾ നേടി. 25 വർഷത്തിന് ശേഷമാണ് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ 5-ൽ 2 കൗൺസിലർ സീറ്റുകൾ ABVP നേടുന്നത്. സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും 5-ൽ 2 സീറ്റുകളിൽ വിജയിച്ചു. ഇത് രണ്ടും ABVPയുടെ ചരിത്രത്തിലെ വലിയ നേട്ടങ്ങളാണ്. സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ 4-ൽ 4-ഉം സ്കൂൾ ഓഫ് സംസ്കൃതം ആൻഡ് ഇൻഡിക് സ്റ്റഡീസിലെ 3-ൽ 3-ഉം സംയുക്ത കേന്ദ്രത്തിലെ 2-ൽ 2-ഉം ABVP പിടിച്ചെടുത്തു. അടൽ ബിഹാരി വാജ്പേയി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ്, സ്കൂൾ ഓഫ് നാനോ സയൻസ്, സ്പെഷ്യൽ സെന്റർ ഫോർ മോളിക്കുലാർ മെഡിസിൻ എന്നിവിടങ്ങളിൽ ഓരോ സീറ്റ് വീതം ABVP നേടി. സ്കൂൾ ഓഫ് കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഇന്റഗ്രേറ്റീവ് സയൻസ്, സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സയൻസ് എന്നിവിടങ്ങളിൽ 2-ൽ 1 വീതം സീറ്റുകളിൽ വിജയിച്ചു. സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് സിസ്റ്റം സയൻസിലെയും സ്കൂൾ ഓഫ് ഫിസിക്കൽ സയൻസിലെയും 3-ൽ 2 സീറ്റുകളും ABVP നേടി. സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിലെ ഏക സീറ്റിലേക്ക് സുരേന്ദ്ര ബിഷ്ണോയും, സ്കൂൾ ഓഫ് സംസ്കൃതം ആൻഡ് ഇൻഡിക് സ്റ്റഡീസിലെ 3 സീറ്റുകൾ പ്രവീൺ പിയൂഷ്, രാജാ ബാബു, പ്രാചി ജയ്സ്വാൾ എന്നിവരും, സ്പെഷ്യൽ സെന്റർ ഫോർ മോളിക്കുലാർ മെഡിസിനിലെ സീറ്റിലേക്ക് ഗോവർദ്ധൻ സിംഗും എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. JNUവിലെ വിദ്യാർത്ഥികൾക്ക് ABVPയിലൂടെ തെരഞ്ഞെടുത്ത നല്ല മാറ്റത്തിന്റെ തുടക്കമാണ് ഈ വിജയമെന്ന് ABVP യൂണിറ്റ് പ്രസിഡന്റ് രാജേശ്വർ കാന്ത് ദുബെ പറയുന്നു. ദേശീയത, അക്കാദമിക് മികവ്, വിദ്യാർത്ഥി ക്ഷേമം എന്നിവയോടുള്ള പ്രതിബദ്ധതയുടെ ഫലമാണിത്. ക്യാമ്പസിനെ രാഷ്ട്ര നിർമ്മാണത്തിന്റെയും വിദ്യാർത്ഥി ക്ഷേമത്തിന്റെയും കേന്ദ്രമാക്കി മാറ്റുന്നതിന് പൂർണ്ണ സമർപ്പണത്തോടെ തുടർന്ന് പ്രവർത്തിച്ചേക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ അറിയിക്കുന്നുണ്ട്.